നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. സിനിമ ചെയ്തേ മതിയാകൂ, കേന്ദ്രമന്ത്രി സ്ഥാനം ഒഴിഞ്ഞേക്കും സുരേഷ് ഗോപി. കേന്ദ്രമന്ത്രി സ്ഥാനം ഒഴിയുവാൻ താൽപര്യം പ്രകടിപ്പിച്ച കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി താമസിയാതെ തന്നെ ഒഴിവാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചു. തനിക്ക് സിനിമ ചെയ്തേ മതിയാകൂവെന്നും കേന്ദ്രമന്ത്രി സ്ഥാനം വേണ്ട എന്നാണ് പറഞ്ഞതെന്നും അദ്ദേഹം വ്യക്തമാക്കി. MP എന്ന നിലയിൽ തൃശൂരിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കും, ഇനി അവർ തീരുമാനിക്കട്ടെ എന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. അതേസമയം കേന്ദ്രമന്ത്രി സഭയിൽ അർഹമായ പരിഗണന ലഭിക്കാതെ പോയതിൽ സുരേഷ് ഗോപിക്ക് അതൃപ്തിയുള്ളതായും സൂചനയുണ്ട്. സാമ്പത്തിക ബാധ്യത മൂലം മരിക്കുന്നു. കുടുംബത്തിലെ 3 പേരുടെ മരണത്തിൽ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ഒരു കുടുംബത്തിലെ 3 പേരുടെ മരണത്തിൽ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. കടബാധ്യതയാണ് മരണത്തിന് കാരണമെന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. തമിഴ്നാട്ടിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസിനായി പലരിൽ നിന്നും കടം വാങ്ങി 9 ലക്ഷം കൈമാറിയിരുന്നു. പണം തിരികെ ലഭിച്ചില്ല. ഈ കടത്തിന് പലിശ നൽകുവാൻ വീണ്ടും വായ്പയെടുത്തു. അതും തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞില്ലെന്നും സാമ്പത്തികമായി തകർന്നതിനാൽ മരിക്കുന്നുവെന്നുമാണ് ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. കുന്നംകുളം അഞ്ഞൂരിൽ യുവാവിനെ സുഹൃത്തുക്കൾ മർദ്ദിച്ച് കൊലപ്പെടുത്തി. കുന്നംകുളം ചെറുവത്താനി അമ്മാട്ട് വീട്ടിൽ രവിയുടെ മകൻ വിഷ്ണുവാണ് മരിച്ചത്. 26 വയസ്സായിരുന്നു. സുഹൃത്തുക്കൾക്കൊപ്പം മദ്യപിക്കുന്നതിനിടെയുണ്ടായ തർക്കമാണ് മർദ്ദനത്തിലേക്ക് നയിച്ചത്. ഇന്നലെ രാത്രി 8:30ഓടെയാണ് സംഭവം. സുഹൃത്തുക്കളുടെ സംഘം ചേർന്നുള്ള മർദ്ദനത്തിനിടെ വിഷ്ണു തലയടിച്ച് വീഴുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ വിഷ്ണുവിനെ കുന്നംകുളത്തെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. ദേശീയപാതയ്ക്കു വേണ്ടി നിർമ്മിക്കുന്ന കല്ലുങ്കിന് സമീപത്തെ വെള്ളക്കെട്ടിൽ വീണു ബൈക്ക് യാത്രികൻ മരിച്ചു. പിലാത്തറയിൽ ദേശീയപാതയ്ക്കു വേണ്ടി നിർമ്മിക്കുന്ന കല്ലുങ്കിന് സമീപത്തെ വെള്ളക്കെട്ടിൽ വീണ് ബൈക്ക് യാത്രികൻ മരിച്ചു. കുഞ്ഞിമംഗലം സ്വദേശി റിയാസാണ് മരിച്ചത്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. MGM കോളേജ് കവലയിൽ ഹൈവേ വികസനത്തിന്റെ ഭാഗമായി നിർമ്മിച്ച സർവീസ് റോഡിലാണ് അപകടമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ റിയാസ് സംഭവ സ്ഥലത്ത് തന്നെ മരിക്കുകയായിരുന്നു. ബാർക്കോഴയിൽ ആദ്യ ദിനം തന്നെ അടിയന്തര പ്രമേയം. നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. ബജറ്റ് പാസാക്കലാണ് നിയമസഭയുടെ മുഖ്യ അജണ്ട. ബാർക്കോഴ വിവാദം ആദ്യ ദിനം തന്നെ അടിയന്തര പ്രമേയമായി ഉന്നയിക്കുവാനാണ് പ്രതിപക്ഷ തീരുമാനം. 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലെ ധനാഭ്യർത്ഥനകൾ ചർച്ച ചെയ്ത് പാസാക്കലാണ് നിയമസഭാ സമ്മേളനത്തിന്റെ മുഖ്യ അജണ്ട. എന്നാൽ സഭ പ്രക്ഷുബ്ധമാവുക മറ്റു പല വിവാദ വിഷയങ്ങളിലുമാകും. ബാർക്കോഴ വിവാദമാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആയുധം. ആദ്യ ദിനം തന്നെ അടിയന്തര പ്രമേയവുമായി വിഷയം ഉന്നയിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വൻ പരാജയം സഭാ സമ്മേളനത്തിൽ സർക്കാരിന് തിരിച്ചടിയാവും. അട്ടപ്പാടിയിൽ കാട്ടാനാക്രമണം, ആദിവാസി യുവാവിന് പരിക്ക്. അട്ടപ്പാടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി യുവാവിന് പരിക്ക്. അകളി കൂടൻചാള ഊരിലെ ഈശ്വരനാണ് പരിക്കേറ്റത്. 34 വയസ്സായിരുന്നു. ഇന്നലെ രാത്രി ജോലി കഴിഞ്ഞ് ഊരിലേക്ക് വരികയായിരുന്ന ഈശ്വരൻ കാട്ടാനയുടെ മുന്നിൽ പെടുകയായിരുന്നു. അടുത്തെത്തിയ ഈശ്വരനെ ആന തുമ്പിക്കൈ കൊണ്ട് അടിക്കുകയായിരുന്നു. ചിഹ്നം വിളിച്ച് പാഞ്ഞെടുത്ത ആനയിൽ നിന്നും ഓടി രക്ഷപ്പെട്ട ഈശ്വരൻ 200 മീറ്റർ അകലെയുള്ള വീട്ടിലേക്ക് ഓടിക്കയറിയാണ് രക്ഷപ്പെട്ടത്. പരിശോധനയിൽ ഈശ്വരന് വാരിയലിനും പല്ലിനും പൊട്ടലുള്ളതായി ഡോക്ടർമാർ പറഞ്ഞു. ജൂലൈ 3 ശേഷം ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികർ സഭയ്ക്ക് പുറത്ത്. കടുത്ത നടപടിയുമായി സീറോ മലബാർ സഭ.
വിമതർക്കെതിരെ കടുത്ത നടപടിയുമായി സീറോ മലബാർ സഭ. ജൂലൈ 3 ശേഷം ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികർ സഭയ്ക്ക് പുറത്തായിരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. നടപടി നേരിടുന്ന വൈദികർക്ക് വിവാഹം നടത്താനും അധികാരമില്ല. എറണാകുളം അങ്കമാലി അതിരൂപത മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലാണ് സർക്കുലർ ഇറക്കിയത്. ഈ സർക്കുലർ ജൂൺ 16 ഞായറാഴ്ച അതിരൂപതയിലെ എല്ലാ പള്ളികളിലും വായിക്കണം. സംസ്ഥാന നിയമസഭാ സമ്മേളനം ഇന്നു മുതൽ ബാർക്കോഴ വിവാദത്തിൽ അടിയന്തര പ്രമേയം തദ്ദേശ വാർഡ് ബില്ല് അവതരിപ്പിക്കും. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മികച്ച വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് പ്രതിപക്ഷം സഭയിലേക്ക് എത്തുന്നത്. തദ്ദേശ വാർഡ് വിഭജന ബില്ല് സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ അവതരിപ്പിക്കാനാണ് സർക്കാർ തീരുമാനം. അതേസമയം ആദ്യ ദിനം ബാർക്കോഴ വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് കൊണ്ടുവരാനാണ് പ്രതിപക്ഷ നീക്കം. തുടർച്ചയായ 2ാം ദിനവും നിരക്കിൽ മാറ്റമില്ല. സ്വർണ്ണവില കുറഞ്ഞു തന്നെ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ റെക്കോർഡ് ഇടിവാണ് ഇന്നലെയുണ്ടായത്. 1520 രൂപയുടെ റെക്കോർഡ് കുറവാണ് ഇന്നലെ മാത്രം കുറഞ്ഞത്. ജൂൺ മാസം ആരംഭം മുതലേ വില കുറഞ്ഞ് ശുഭവാർത്തയായിരുന്നു ആഭരണം വാങ്ങാനായി കാത്തിരിക്കുന്നവർക്ക് ലഭിച്ചത്. എന്നാൽ ജൂൺ 4-നും 6-നും ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കുകളിലേക്ക് വില എത്തിയിരുന്നു. ജൂൺ 7-ന് സ്വർണ്ണവില 54,000 കടന്നിരുന്നു. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കായിരുന്നു അത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.